ജങ്ക് ഫുഡിൻ്റെ ദോഷവശങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ന് കുട്ടികൾക്ക് ഏറെ പ്രിയവും ഈ ജങ്ക് ഫുഡ് തന്നെയാണ്. ഈ ജങ്ക് ഫുഡിനെതിരെ വേറിട്ട ബോധവൽക്കരണ പരിപാടിയുമായി ഒരു തിരുവനന്തപുരത്തുകാരൻ എത്തിയിരിക്കുകയാണ്. അതായത് മാജിക് ഷോ അവതരിപ്പിച്ചുകൊണ്ടാണ് മജീഷ്യൻ നാഥ് ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തിയത്. ഒരു കുട്ടിയിലെങ്കിലും മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയൊരു ചുവടുവയ്പ്പാകുമെന്ന പ്രതീക്ഷയിലാണ് മജീഷ്യൻ നാഥ് യാത്ര തുടരുന്നത്. ഇന്ന് മലയാളിയുടെ ദേശീയ ഭക്ഷണമാണ് ഈ ജങ്ക് ഫുഡ്. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആഹാരമാണ് പൊറോട്ട. എന്നാൽ അത് വരുത്തി വെക്കുന്ന അപകടം വളരെ വലുതാണ്. ഇതിൻ്റെ അപകടം എന്ന് പറയുന്നത് ഇതിനകത്ത് ഫൈബർ കണ്ടന്റ് 2% ഉള്ളൂ. ഫൈബറിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ചൂലിൻ്റെ ജോലിയാണ് ചെയ്യുന്നത്. വീടിൻ്റെ മുറ്റവും പരിസരവും വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ചൂലിൻ്റെ ജോലിയാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തോട് നമ്മുടെ കുടലിൽ ചെയ്യുന്ന പ്രക്രിയ, ഫൈബർ ചെയ്യുന്ന പ്രക്രിയയാണ്. എന്നാൽ ആ ഫൈബർ ഉള്ളിൽ ചെല്ലുന്നതുകൊണ്ടാണ് കഴിക്കുന്ന ആഹാരത്തിൻ്റെ വേസ്റ്റ്, അതായത് പുറന്തള്ളി പോകുന്നത്. അങ്ങനെ ഇത് പുറന്തള്ളി പോകത്തില്ല, കാരണം ഫൈബർ ഇല്ലാത്തതുകൊണ്ടാണ്. ഇതുമാത്രമല്ല, എനർജി ഡ്രിങ്കുകളും ഇതേ പ്രശ്നക്കാർ തന്നെ. ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു കാരണവശാലും കുട്ടികൾ കഴിക്കരുത്, ഒരു കാരണവശാലും ഗർഭിണികളായ സ്ത്രീകൾ കഴിക്കാൻ പാടില്ല, പാലൂട്ടുന്ന അമ്മമാരും കഴിക്കരുതെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ മാർക്കറ്റിൽ ഇത് വിൽക്കുകയാണ്. വലിയ പ്രിയങ്കരമായ ഭക്ഷണപദാർത്ഥങ്ങളാണ് ഇവയെല്ലാമെങ്കിലും ശരീരത്തിൽ ഇവരുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഗുരുതരമാണ്. കുട്ടികൾക്ക് ഡയബറ്റിക്സ് അടക്കമുള്ള രോഗങ്ങൾ ഈ ഭക്ഷണപദാർത്ഥങ്ങളിലൂടെ ഉണ്ടാകാം. ജങ്ക് ഫുഡ് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഭയങ്കരമാണ്. അത് ക്യാൻസർ, ഡയബറ്റിക്, ഒബിസിറ്റി മീൻസ് വയറ് മാത്രം ചാടുന്നൊരവസ്ഥയാണ്. അവർക്ക് കോളൻ ക്യാൻസറിന് സാധ്യതയുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. കാരണം ഇത് ഫൈബർ ഇല്ലാത്തതുകൊണ്ട് ഇത് വളരെ അപകടമാണ്. ഇന്ന് ഫുഡ് കഴിച്ച സ്ട്രെസ് ഉണ്ടാകും, അറിയാമോ? അത് പുതിയ അറിവല്ലേ. ആഹാരം കഴിച്ച സ്ട്രെസ് ഉണ്ടാകുകയാണ്. ഈ കുട്ടികൾക്കൊക്കെ അതാ സംഭവിക്കാൻ പോകുന്നത്. ഏത് കുട്ടി എടുത്ത് നോക്കിയാലും സ്ട്രെസ് ഇല്ലാത്ത കുട്ടിയില്ല, കാരണം കഴിക്കുന്ന ആഹാരമായിട്ട് ബന്ധപ്പെട്ടാണിത്. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, നമ്മുടെ കുട്ടികൾ അളവിൽ കൂടുതൽ ആഹാരം കഴിക്കുകയാണ്. അത്രയും കഴിക്കേണ്ട ആവശ്യമില്ല. അവർക്കൊരു 1000-1200 കലോറി മതി. പക്ഷേ 2000 വരെ പോകുന്ന കുട്ടികളുണ്ട്. അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നം. കാരണം അമിതമായിട്ട് ആഹാരം കഴിക്കുമ്പോൾ സെല്ലുകൾ വീക്കാവും. ഇവരൊക്കെ ഒരു 35 വയസ്സാകുമ്പോൾ 65 വയസ്സുകാരൻ്റെ മുഖത്ത് നോക്കുന്നതിലിരിക്കും. സ്കൂളുകളിലെത്തി വിദ്യാർത്ഥികളെ മാജിക്കിലൂടെ ബോധവൽക്കരിക്കണമെന്ന ആഗ്രഹത്തിലൂടെയാണ് ഈ ലക്ഷ്യത്തിലേക്ക് മജീഷ്യൻ നാഥ് എത്തുന്നത്. ഒരു കുട്ടിയെങ്കിലും മാറുന്നുണ്ടെങ്കിൽ അത് വലിയൊരു മാറ്റമാണ് സമൂഹത്തിലുണ്ടാക്കുക. മാജിക്കിന് പുറമെ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു സർവേയും മജീഷ്യൻ നാഥ് നടത്തുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള ജങ്ക് ഫുഡ് കണ്ടെത്തി അതിൻ്റെ വെല്ലുവിളികൾ കുട്ടികളെ അറിയിക്കാനാണ് സർവേ. നിരവധി അവാർഡുകളടക്കം ഇതിനോടകം തന്നെ മജീഷ്യൻ നാഥിനെ തേടിയെത്തിയിട്ടുണ്ട്. വേറിട്ട ആശയവുമായി സമൂഹത്തിൽ സമൂലമായ മാറ്റം വരുത്തുന്ന മജീഷ്യൻ നാഥിൻ്റെ ശ്രമങ്ങൾക്ക് വലിയ കയ്യടിയും പിന്തുണയുമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.